പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പാസ്റ്റേഴ്സ് സമ്മേളനത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്നെ ഇതിനായിട്ട് വിളിച്ച എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മിനിസ്ട്രി, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും മിനിസ്റ്റേഴ്സാണ്, ഞാനും ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരേപോലെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവരാണ്. എന്നാൽ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ, നമ്മൾ പലരും നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യമായി നാം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ട്രൈബൽ മിഷനിലുണ്ട്, ICPF-ലുണ്ട്, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ. പലർക്കും പല കാര്യങ്ങൾ പറയാനുണ്ട്. സഭ പണിഞ്ഞു, സ്കൂൾ പണിഞ്ഞു, ഹോസ്പിറ്റൽ പണിഞ്ഞു എന്നെല്ലാം പറയാനുണ്ട്. ദൈവനാമത്തിന് വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നതോ അതാണ് ശുശ്രൂഷ എന്ന് നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ട് ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ദൈവം നമ്മിൽ കൂടെ ജനങ്ങൾക്കും ചെയ്തെടുക്കുന്നതാണ് ശുശ്രൂഷ എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. പലർക്കും ഇപ്പോൾ ഇത് എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മിലും ചെയ്തെടുക്കും, നമ്മിൽ കൂടെ മറ്റവർക്കും. സോ മിനിസ്ട്രി ഈസ് നോട്ട് വാട്ട് യു ഡു ഫോർ ഗാഡ്. മിനിസ്ട്രി ഈസ് വാട്ട് ഗാഡ് ഡസ് ഇൻ യു ആൻഡ് ത്രൂ യു എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയാൽ കുറച്ചും കൂടി അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കും. കാരണം പലപ്പോഴും നമുക്കൊരു സന്തോഷം കാണും, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ ദൈവം നമ്മിൽ കൂടെ ചെയ്തെടുക്കുന്നതിന് നമ്മൾ വിധേയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ലോകത്തിൽ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആര് പോയാലും ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന CEO, മാനേജറോ ഡയറക്ടറോ ആരാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. നമ്മൾ ചെയ്യേണ്ട ജോലി. ഒരു ടീച്ചറായിട്ട് പോയാൽ അവിടുത്തെ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ പറയും, നിങ്ങളുടെ ജോലി ഇതാണ്, ഇത്രയും ക്ലാസ് എടുക്കണം, ഓരോ ദിവസം ഇത്രയും ഉണ്ട് എന്ന് നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ അതൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ജോലി കിട്ടത്തില്ല. പക്ഷെ ദൈവവേലയ്ക്ക് വേണ്ടി വരുന്നവർക്ക് മാത്രം ഇതിന് വേണ്ടിയിട്ടുള്ള സമയമില്ല. ദൈവം നമ്മളെ കൊണ്ട് എന്ത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുവാൻ പലർക്കും സന്തോഷമുണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ ഏത് സ്ഥാപനത്തും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ ചെയ്യണം, എന്നാലേ ആ സ്ഥാപനം നന്നാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വിചാരിക്കുന്നു ഞാൻ 9 മണിക്ക് വരും, വേറൊരു ടീച്ചർ പറയും 10 മണിക്ക് വരും, വേറൊരു ടീച്ചർ പറയും ഞാൻ 3 മണിക്കൂറേ ക്ലാസ് എടുക്കത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഒരു റെഗുലാരിറ്റി ഇരിക്കത്തില്ല. അതുപോലെ എല്ലാ സ്ഥാപനത്തിലും അങ്ങനെയാണ്. ഓരോരുത്തർക്കും അവരവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനുണ്ട്. പക്ഷെ ദൈവവേലയിൽ മാത്രം നമ്മൾ തന്നെ തീരുമാനിക്കുക, എനിക്ക് ഇതേ കഴിയത്തുള്ളൂ, എനിക്ക് പ്രസംഗിക്കാനേ കഴിയത്തുള്ളൂ, ഞാനത് ചെയ്യും. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ വയ്ക്കട്ടെ. അത് ദൈവത്തിന് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറ് പോലും ഇല്ല, നമ്മളങ്ങ് തീരുമാനിച്ചു പോകും. എന്നാൽ മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ ദൈവവേല എന്ന് പറയുന്നത് എനിക്ക് തോന്നിയതുപോലെ ചെയ്യാനല്ല. എന്നിൽ ദൈവം ചിലത് ചെയ്തെടുക്കണം, എന്നിൽ കൂടെ ദൈവം ചിലത് ചെയ്തെടുക്കാൻ. ഗാഡ് ഹാസ് ടു വർക്ക് ഇൻ മീ ആൻഡ് വർക്ക് ത്രൂ മീ. എന്നാലേ ആ മിനിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നും ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്ന അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പ്രത്യേകമായിട്ട് ശുശ്രൂഷയിൽ കടന്നു വരുന്നവർ അവരുടെ ആവേശത്തോടു കൂടി എനിക്ക് നല്ലപോലെ പാടാൻ അറിയാം, അതുകൊണ്ട് നമുക്ക് ഒരു ശുശ്രൂഷ തുടങ്ങാം എന്ന് പാടുന്നവരെ ദൈവം പാട്ടിന് വേണ്ടി ഉപയോഗിക്കണമെന്നില്ല. പൗലോസ് പോലും അങ്ങനെയാണ് ഉപയോഗിച്ചത്. ചിന്തിച്ചല്ലയോ, ഞാൻ ഒരു ഇബ്രായനാണ്, ബെന്യാമീൻ ഗോത്രനാണ്,
ഞാൻ ഇതെല്ലാം പഠിച്ചവനാണ്, ന്യായശാസ്ത്രമെല്ലാം പഠിച്ചവനാണ്, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ പഠിച്ചവനാണ്, അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിക്കാനാണ് എനിക്ക് പറ്റിയ കഴിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം കംപ്ലീറ്റ് മാറ്റി പുറജാതികളുടെ ഇടത്തിൽ അയച്ചപ്പോൾ അത് സന്തോഷമായിട്ട് ഏറ്റുകൊണ്ട് അത് താൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചില ചിന്തകൾക്കനുസരിച്ച് നമ്മൾ തുടങ്ങാം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് തന്നെ നല്ലതാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ദൈവം അങ്ങനെയുള്ള ആഗ്രഹത്തെ മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളതിന് പോകാൻ മനസ്സുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കാൻ ഇടയാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഒരു ഉറപ്പാണ്, ഇതാണ് ദൈവം എന്നെക്കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല എഴുത്തുകാരനുണ്ട്, നമുക്കെല്ലാവർക്കും പലർക്കും അറിഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും എവിടെയെങ്കിലും കേട്ട് കാണും. വാറൻ വിയർസ്ബി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് ഈ ഒരു കാര്യം. മിനിസ്ട്രി എന്ന് പറയുന്നത് മൂന്ന് പേര് യഥാർത്ഥമായിട്ട് 3 പേഴ്സണാലിറ്റീസ് ഇൻവോൾവ് ആണ്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ, ആർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തോ അത് ജനങ്ങൾ. അപ്പോൾ ദൈവം, നമ്മൾ, ജനങ്ങൾ. വാറൻ വിയർസ്ബി പറയുന്നത് മിനിസ്ട്രി എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ഡിവൈൻ റിസോഴ്സസ് ത്രൂ ഗോഡ്സ് ലവിങ് ചാനൽസ് ടു ദ പീപ്പിൾ ഇൻ നീഡ്. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതാണ് മിനിസ്ട്രി. 4 കാര്യങ്ങൾ, 3 പേഴ്സണാലിറ്റീസ് ഇൻവോൾവ് ചെയ്ത. ഒന്ന് ദൈവത്തിൻ്റെ അടുത്ത് ആ റിസോഴ്സസ് എല്ലാം ഉള്ളത്, പിന്നെ മനുഷ്യന് ആവശ്യമെല്ലാം ഉള്ളത്. ഈ ദൈവത്തിൽ നിന്നുള്ള റിസോഴ്സസ് ആവശ്യമുള്ള മനുഷ്യർക്ക് വാങ്ങിക്കൊടുക്കുവാനുള്ള സ്നേഹമുള്ള ഒരു ചാനൽസായിട്ട് ഇരിക്കുന്നതാണ് മിനിസ്റ്റേഴ്സ്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് ദൈവനാമത്തിന് മഹത്വത്തിനായിരിക്കണം. അപ്പോൾ പുള്ളി മിനിസ്ട്രിയെക്കുറിച്ച് ഇത്രയും ഒരു ചെറിയ ഒരു സിംപ്ലിഫൈഡായിട്ട് പറഞ്ഞത് എവിടെയോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. സോ ഷ്യൂർ, മിനിസ്ട്രി ഈസ്, പുള്ളിയുടെ വേർഡ് ഇങ്ങനെയാണ്, മിനിസ്ട്രി ഈസ് ബ്രിങ്ങിങ് ദ sovereign resources from God through loving channels to the needy people for the glory of God. അപ്പോൾ മനസ്സിലായോ? റിസോഴ്സസ് ദൈവത്തിൽ നിന്ന്, ആവശ്യമുള്ളത് മനുഷ്യർക്ക്, ദൈവത്തിൽ നിന്ന് മനുഷ്യർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ലവിങ് ചാനൽസ് ആയിട്ട് നമ്മൾ ഇരിക്കണം. പക്ഷേ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം എന്നുള്ളതാണ് വാറൻ വിയർസ്ബി. അതുകൊണ്ട് എല്ലാ ദൈവവേലക്കാരും പ്രത്യേകമായിട്ട് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. ഇത് ഒരു അല്പനേരം ഇതിനെ ഓരോ ഭാഗവും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കും. ഫസ്റ്റ്, ദ സോഴ്സസ്. നമ്മുടെ മിനിസ്ട്രിയിലെല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ഗോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സ്കൂട്ടർ വേണമെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്നത് ഒരു റീറ്റെയിലറോടാണ്, അല്ലേ? റീറ്റെയിൽ മെർച്ചൻസ് എല്ലായിടത്തും അവർ സ്കൂട്ടറെല്ലാം പുറത്ത് വെച്ചാണ് നമ്മൾ കണ്ടു വാങ്ങും. ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പിലാണ് നമ്മൾ പോയി ഒരു വാഹനം വാങ്ങുന്നത്, സ്കൂട്ടറോ കാറോ ഏത് വാഹനമാണെങ്കിൽ. അവർ റീറ്റെയിലേഴ്സാണ്. നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ റീറ്റെയിലേഴ്സോട് പോകുന്നു. പക്ഷേ റീറ്റെയിലേഴ്സിന് ഒരു കാര്യം അറിയാം, അവരല്ല ഉണ്ടാക്കുന്നത്, അവർ വിൽക്കുന്നതേ ഉള്ളൂ. ഉണ്ടാക്കുന്ന വേറെ ഒരു കമ്പനി ഉണ്ട്, അല്ലേ? ഇപ്പോൾ കാറാണെങ്കിൽ എത്രയോ കമ്പനികളുണ്ട്. അതുപോലുള്ള കമ്പനികൾ ഉണ്ടാക്കിയിട്ട് അവർ റീറ്റെയിലേഴ്സിനായിട്ട് കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. ആവശ്യമുള്ളവൻ അത് ഉപയോഗിച്ചിട്ട് വണ്ടി നന്നായിരുന്നാൽ അടുത്തുള്ളവരോടെല്ലാം എന്നാ പറയുന്നത്? ഒറിജിനൽ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് വെഹിക്കിൾ ഈസ് വെരി ഗുഡ്. ആ കമ്പനിയുടെ വെഹിക്കിൾ, മഹീന്ദ്രയുടെ വെഹിക്കിൾ ഈസ് വെരി ഗുഡ്, അല്ലെങ്കിൽ സുസുക്കിയുടെ വെഹിക്കിൾ വെരി ഗുഡ്, അങ്ങനെ പറയും. അത് ഗ്ലോറി ആർക്കാണ് പോകുന്നത്? ഒറിജിനൽ മാനുഫാക്ചർ. അപ്പോൾ അതേപോലെ ഒരു കാര്യമാണത്. മാനുഫാക്ചറർ
നമ്മളെ റീറ്റെയിലർ, നീഡി പീപ്പിൾ, അവർക്ക് സന്തോഷമാകുമ്പോൾ ദ ഗ്ലോറി ഷുഡ് ഗോ. മിനിസ്ട്രിയിൽ പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം, മിനിസ്റ്റേഴ്സ് എല്ലാം അവരാണ് മാനുഫാക്ചറർ എന്ന് വിചാരിച്ചു. അതാണ് പ്രശ്നം വരുന്നത്. മാനുഫാക്ചററിൽ നിന്ന് വാങ്ങി നമ്മൾ കൊടുക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലായാൽ അപ്പോഴാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. ഇപ്പോൾ വണ്ടി ഉപയോഗിച്ചിട്ട് ഒരാൾ നല്ല വണ്ടി സാറേ ആരാ ഉണ്ടാക്കിയത്, അല്ല ഞാനാ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് റീറ്റെയിലർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലായിപ്പോൾ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കിട്ടണമെങ്കിൽ ദൈവത്തിൽ നിന്ന് റിസോഴ്സസ് വാങ്ങി കൊടുക്കണം. അതുകൊണ്ടാണ് ഈ കാര്യം പഠിപ്പിക്കാനാണ് കർത്താവ് ഒരു സംഭവം നടന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് മാത്രമല്ല, വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന ഒരേ ഒരു അത്ഭുതം എന്ന് പറയുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കിൻ്റെ 9-ാം അധ്യായം, യോഹന്നാൻ്റെ 6-ാം അധ്യായം, എല്ലാത്തിലും എഴുതിയിരിക്കുന്ന ഒരേ ഒരു അത്ഭുതമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. നമ്മളൊരു സുവിശേഷത്തിൽ വെച്ച് ഏറ്റവും വലിയ അതിശയം ഏതാണെന്ന് ചോദിച്ചാൽ ലാസറിന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതേ പറയത്തുള്ളൂ. അതിനേക്കാൾ വലിയ അതിശയമൊന്നുമില്ല. പക്ഷേ അത് യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു, സ്വർഗത്തിൽ പോകുമ്പോൾ മത്തേയി കണ്ട് 28 അധ്യായം എഴുതില്ലേ, എന്തുകൊണ്ടാണ് ഇത് എഴുതാത്തത്? എത്ര വലിയ അതിശയം! എന്തുകൊണ്ടാണ് എഴുതാത്തത്? ലൂക്കോസിനോട് ചോദിച്ചാൽ അവർ പറയും, അത് എഴുതി എന്നാ പ്രയോജനം സാറേ? അതിശയമല്ല, ശരിയാ. പക്ഷേ ആ മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ഈ യോഹന്നാനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? 11-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു, 12-ാം അധ്യായത്തിൽ ചാപ്പാട്ടിന് ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യൂദാസ് മരിച്ചപ്പോൾ അങ്ങേരാണ് അപ്പോസ്തലനായി വരേണ്ടത്. അയാളുടെ സാക്ഷിയേക്കാൾ തന്നെ വലിയ സാക്ഷി ലോകത്തിൽ അല്ലേ? 4 ദിവസം ചത്ത് കിടന്ന് എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു യേശു, അതിനേക്കാൾ വലിയ സാക്ഷിയില്ല. ബട്ട് നോ അഡ്രസ് അറ്റ് ഓൾ. അതുകൊണ്ട് മത്തേയും മർക്കോസും ലൂക്കോസും വിചാരിച്ചു വേണ്ട. എന്നാലും യോഹന്നാൻ എഴുതിയത് കൊണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ അതുപോലും അറിയത്തില്ലായിരുന്നു. അതുപോലെ ചിലരുടെ ജീവിതത്തിൽ ദൈവം എത്രയോ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു ചെറിയ അത്ഭുതം പോലെ തോന്നും. ഒരു പയ്യൻ 5 അപ്പം കൊടുത്ത് ദൈവം അത് വാഴ്ത്തി നുറുക്കി 5000 പേർ കൊടുത്തു. പക്ഷേ അത് ദൈവം എഴുതി, യേശു പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത്, യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആദ്യം ആർക്കായി കരുണ തോന്നിയെന്നറിയാവോ? ശിഷ്യന്മാർക്കാണ്. പാവം, ഇത്ര നേരം കേട്ടത്, ഉച്ച ചാപ്പാട് പോലും കൊടുത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ മയങ്ങി വീണാൽ നമ്മളെല്ലാം ചെയ്യും, ഇവിടെ അടുത്ത് കടമൊന്നുമില്ല എന്നെല്ലാം അവർക്കാണ് ആദ്യം ജനങ്ങളുടെ മേൽ കമ്പാഷൻ തോന്നിയത്. നല്ല കാര്യം. കമ്പാഷൻ തോന്നിയോണ്ടേ യേശു നിർത്തുന്ന കാര്യം ഒരു ഇതില്ല, യേശു പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് വിചാരിച്ചു, ഒരു അത്യാവശ്യം എമർജൻസി സ്വോത്ര കാഴ്ച എടുത്തല്ലോ എന്ന് വിചാരിച്ചു. പുള്ളി തൊപ്പിയും കൊണ്ടുപോയി 200 ദീനാരേ കിട്ടിയുള്ളൂ. അപ്പോൾ 200 ദീനാര കിട്ടിയപ്പോൾ പുള്ളി ഓർച്ചു, ഒരു 5 ദീനാരിക്ക് ഒരു ബ്രെഡ് കിട്ടുവാണെങ്കിൽ 40 കിട്ടത്തുള്ളൂ. 40 വെച്ച് ഈ 6000 പേർ കൊടുത്താൽ ഓരോരുത്തരും 150 പേർക്ക് ഒരു ബ്രെഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ 150 പേർക്ക് ഒരു ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ തിരുവത്താഴത്തിൽ കിട്ടുന്ന പങ്ക് പോലും കിട്ടത്തില്ല. അതിനേക്കാൾ കുറച്ചേ കിട്ടത്തുള്ളൂ. പുള്ളിക്ക് ആകപ്പാടെ വിഷമമായി. അപ്പോൾ വേറെ ഒരാൾ പറഞ്ഞ് കുറേ പേർ കൊണ്ടുവന്ന് കാണും, അപ്പോൾ എല്ലാം ചേർത്ത് കുറച്ച് പങ്കിട്ടെടുക്കാമെന്ന് പുള്ളി പോയി അന്വേഷിച്ചപ്പോൾ, ആന്ത്രോസ് പോയി അന്വേഷിച്ചപ്പോൾ, ആരെങ്കിലും അപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നു ആ പയ്യൻ മാത്രം കൊണ്ടുവന്നെന്ന്. ഒത്തിരി പേർ കൊണ്ടുവന്ന് കാണും. പക്ഷേ അന്ത്രയോസ് അപ്പം വരാൻ കളക്ട് ചെയ്യുന്നു അറിഞ്ഞപ്പോൾ ഓരോരുത്തരും എടുത്ത് കക്ഷത്ത് വെച്ചിട്ട് ഞങ്ങൾ അപ്പം കണ്ട് 3 ദിവസമായി എന്നെല്ലാം ചിലപ്പോൾ പറഞ്ഞു കാണും. ഒരു പയ്യൻ മാത്രമേ കൊടുത്തുള്ളൂ. ഇവർ 2 പേരും ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കാരണം ഇവർക്ക് കമ്പാഷൻ ഉണ്ടായി ജനങ്ങളുടെ മേൽ. എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കഴിവ് സ്വോത്ര കാഴ്ച എടുക്കാം, ആൾക്കാരോട് ചോദിക്കാം എന്നെല്ലാം വിചാരിച്ച് ആപ്പോടെ പരാജയത്തിൽ നിന്നു.
പിന്നെ ഇവർക്ക് ചെയ്യാൻ തോന്നിയത് ഒന്നേ ഉള്ളൂ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. യേശുവിന് ഒരു ചെറിയ ലെറ്റർ വിട്ട്, ഒരു കുറിപ്പ് നോട്ട് വിട്ടു. ചില പ്രാസംഗികന്മാർക്കെല്ലാം കിട്ടും, അതുപോലെ നോട്ടുണ്ട്. വളരെ ലേറ്റായി പ്രസംഗം നിർത്തുന്നത് നല്ലതാണ്. യേശു നല്ല പ്രാസംഗിയാണ്. ചില പ്രാസംഗികന്മാർക്ക് സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്, ചില പാസ്റ്റർമാർക്ക് ഫിനിഷിങ് ട്രബിൾ, നിർത്തത്തേ ഇല്ല. അതുകൊണ്ട് പല സ്റ്റേജുകളിലും ചില പ്രാസംഗികന്മാർ പ്രസംഗിക്കുമ്പോൾ ചിലരെ പുറത്ത് ഇരുത്തും. കാരണം നിർത്തിയില്ലെങ്കിൽ പാൻറ്റ് പിടിച്ച് വലിക്കാനായിട്ട്, പാൻറ്റ് സൂക്ഷിക്കാനെങ്കിലും നിർത്തും. അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ യേശു എന്തായാലും ഭയങ്കരമായിട്ട് ഇമ്മീഡിയറ്റ് നോട്ട് കണ്ട് നിർത്തുന്നതിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ആഹാരം കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി ശിഷ്യന്മാർക്ക് എങ്ങനെയായിരിക്കും എന്നുവെച്ചാൽ, യേശു നമ്മളെ പഴി വാങ്ങിയെന്നാണ് പ്രസംഗം നിർത്താൻ പറഞ്ഞതിന് നമ്മുടെ തലയിൽ ഈ കല്ലിട്ട്. കാരണം എന്നറിയാം, ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരെല്ലാം എന്നാ വിചാരിച്ചെന്നറിയാവോ, അതുകൊണ്ടാണ് യേശു ഇത്രയും നേരം പ്രസംഗിച്ചത്, ചാപ്പാടെല്ലാം റെഡിയായിരിക്കുക, അതുകൊണ്ട് ഇനി പത്രോസ് എടുത്ത് വിളമ്പേണ്ട ആവശ്യമേ ഉള്ളൂ എന്നും എല്ലാവരും പത്രോസിനെയും അന്ത്രയോസിനെയും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇവരുടെ അടുത്ത് എന്നാ ചെയ്യും? ഇവർ യേശുവിനെ നോക്കി, ഇവിടെ ഒന്നുമില്ലെന്ന് അറിയാമല്ലോ, ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ ചെയ്യണോ എന്നെല്ലാം ചോദിച്ചു കാണും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒന്ന് ഓർത്ത് നോക്കണം. യേശു അവരോട് പറഞ്ഞു കൊടുക്കുന്ന, പക്ഷേ ഇവർ ഒരു മിനിറ്റ്, ഇത്രയും പ്രശ്നം വന്ന സമയത്ത് ഒരു മിനിറ്റ് ഇവിടെ ആരാ പ്രസംഗിച്ചത്? ഇവരുടെ പിതാവല്ലോ 10 ലക്ഷം പേർക്ക് 40 വർഷം ദിവസം ആഹാരം കൊടുത്തത്. അവരുടെ മകനായത്. നമ്മളെന്തിനു വിഷമിക്കണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഇനി തല പൊട്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ധാരാ ഇത് നിൽക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? 40 വർഷം നമ്മുടെ പിതാക്കൾക്ക് ഇടപെടാതെ മന്ന കൊടുത്ത ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഇവിടെ. ഹീ ഈസ് ദ റിസോഴ്സ്. പക്ഷെ ഇവർ വിചാരിച്ചത് ദേ ആർ ദ റിസോഴ്സസ്. അതേസമയം നല്ല ആഗ്രഹമാണ്, ഇവർക്ക് എങ്ങനെയെങ്കിലും ചാപ്പാട് ഉണ്ടാക്കി കൊടുക്കണം, അവരെക്കുറിച്ചുള്ള കരുതൽ എല്ലാം ഉണ്ടായിരുന്നു, ജനങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. 3 കാര്യം ശരിയായി, ഒരു കാര്യത്തിൽ മാത്രം തെറ്റായി. They thought they were the producers. But കർത്താവ് കറക്റ്റ് ചെയ്തു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾ വിളമ്പിക്കോളൂ, നിങ്ങൾ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവ് അവരെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു. അപ്പോൾ ഈ വാസ് ദയർ. അപ്പോൾ ജനങ്ങളെല്ലാം പത്രോസിൻ്റെ കയ്യിലും അന്ത്രയോസിൻ്റെ കയ്യിലും എല്ലാം വാങ്ങിക്കഴിക്കുന്നത്. പക്ഷെ ആരാ പ്രൊഡ്യൂസറുടെ റീറ്റെയിലേഴ്സ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും, യു ആർ നോട്ട് ദ പ്രൊഡ്യൂസർ എന്ന്. നമ്മുടെ കയ്യിൽ എന്തോ ചിലത് ഉണ്ട്, ഒരു 200 ദീനാറുണ്ട്, അല്ലെങ്കിൽ 5 അപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയപ്പെടും. ഒരു റിസോഴ്സ് ഓൾവേസ് നമ്മുടെ കയ്യിൽ ചില കഴിവുകളെല്ലാം ഇരിക്കാം, അതെല്ലാം നല്ലതാണ്, ദൈവം അത് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ റിസോഴ്സസ്, ദ സോഴ്സ് ഓഫ് ഓൾ ബ്ലെസ്സിങ്സ് ഫോർ എ സെർവൻ്റ് ഓഫ് ഗാഡ് ഷുഡ് കം ഫ്രം ഹിസ് മാസ്റ്റർ. അവൻ്റെ യജമാനിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ചിന്ത വരും. ഒരാൾ പോലും നമുക്കൊരു കഴിവുണ്ട്, പാടാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ കഴിവുകളെ വെച്ചുകൊണ്ട്, നമ്മുടെ പഠിത്തത്തെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പണം വെച്ചുകൊണ്ട്, നമ്മുടെ കാരിസ്മ വെച്ചുകൊണ്ട് എന്തെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും പരാജയപ്പെടേണ്ടി വരും. ഹീ ഈസ് മൈ റിസോഴ്സ്, ഐ ആം ഓൺലി എ റീറ്റെയിലർ, ഞാനും ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ. ഹീ ഈസ് ദ പ്രൊഡ്യൂസർ, ഐ ആം ദ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ചിന്തയാണ് ഓരോ ദൈവവേലക്കാരനും വരേണ്ട ഒരാവശ്യം. അങ്ങനെ വരുമ്പോൾ പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഒന്ന്, നമ്മളൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ 1000 കണക്കിൽ ജനങ്ങൾ, അല്ലെങ്കിൽ 100 കണക്കിൽ, ഇല്ല 50, അവർ ഓരോരുത്തർക്കും ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഒരു പ്രസംഗം തയ്യാറായി ചെയ്തിട്ട് പോകും. ഈ കടന്നു വന്നിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന പ്രസംഗം കൊണ്ട് നന്മ ഉണ്ടാകുമോ? അവിടെ എത്ര പ്രശ്നക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും നമ്മൾ പറയുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമോ? നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
കാരണം എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ട് വരാം, ആവശ്യമുള്ളവർക്ക് കൊടുക്കേണ്ടത് അവനാണ് എന്നുള്ള ചിന്ത നമുക്ക് വരുന്നാലേ നമ്മൾ പറയണം. ചില പ്രാസംഗികന്മാർക്കെല്ലാം ജനങ്ങളെ എങ്ങനെയെങ്കിലും സന്തോഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നവർക്ക് ചുമ്മാ സുവിശേഷം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇത് എന്നും കേട്ടതാ. അതുകൊണ്ട് എന്തെങ്കിലും നൂതനമായിട്ട് ചെയ്താൽ, ഇപ്പോൾ നൂതനമായിട്ട് എന്നാ ചെയ്യണം എന്ന് ഇവർക്ക് തോന്നി ചില നൂതന കാര്യങ്ങൾ ചെയ്യും. ചിരിക്കും, കരയും, തള്ളും, ഉന്തും, തുപ്പും എല്ലാം ചെയ്യും. എന്നാ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും നൂതനമായിട്ട് ചെയ്യാം. ആരാ ഉണ്ടാക്കുന്നത്? ഇവർ തന്നെ ഉണ്ടാക്കുകയാണ്. അതുപോലെ ചെയ്യേണ്ടി വരും. ജനങ്ങളെങ്ങനെയാണ്? ഇല്ലെങ്കിൽ ഇവർ നമ്മൾ പോകുന്നതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ എന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള ചെയ്യലെല്ലാം തോന്നും. ദൈവമാണ് നോക്കുന്നത്, അവനാണ്, ഹീസ് മൈ റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നം നമുക്ക് മാറും. ആർക്ക് എന്നാ പ്രശ്നം വന്നാലും കർത്താവേ, നിൻ്റെ നാമത്തിൽ നിൻ്റെ വചനം എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയുന്നു, അത് ശുശ്രൂഷ ചെയ്യട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യമായിട്ട് എന്ന് ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നല്ലേ നല്ലത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഉള്ള ആ ഭാരം മാറും. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഉള്ളത്. എൻ്റെ കഴിവുകളാണെങ്കിലും അതിനെ ഒന്നും കൂടെ പുതിയതാക്കി അതിനെ ഒന്നും കൂടെ മോൾഡ് ചെയ്ത് നന്മയ്ക്കായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഏത് ആവശ്യമോ അത് ചെയ്യും. ചിലർക്കെല്ലാം ഉണ്ട്, ഈ പാസ്റ്റിന് രോഗശാന്തി ശുശ്രൂഷയേ ഉള്ളൂ, വേറെ ഒരു ശുശ്രൂഷയില്ല, തന്നെ അത് എന്ത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് തോന്നും. മറ്റേതെല്ലാം മറച്ചു വെച്ചിട്ട് ഇത് മാത്രം കൊടുക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ പോയിരുന്നപ്പോൾ എൻ്റെ കൂടെ ഒരു വ്യക്തിയെ കണ്ട് എനിക്ക് പരിചയമുള്ള പോലെ തോന്നി. വിശ്വാസിയാണെന്ന് ചോദിച്ചു. വിശ്വാസി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ പോവുക? ഞാൻ കണ്ണൂരിൽ പോവുക. എന്നാ കാര്യം? കണ്ണൂരിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, ഞങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നമുണ്ട്, അത് അവിടെ ഒരു പ്രവാചകനുണ്ട്, വിളിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ സഭയിൽ പാസ്റ്റർ ഇല്ലേ? പാസ്റ്റർ ഉണ്ട്, പക്ഷേ ആ പ്രശ്നത്തിനും ആ പാസ്റ്റർ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മുട്ടുവേദന പോലും ആണെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ കൊള്ളാം, പക്ഷേ അത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്, അതിന് ആ പുള്ളിയെ പറ്റത്തുള്ളൂ. ഞാൻ കേട്ടപ്പോൾ എനിക്ക് വലിയ അതെന്താ സാറേ, അത് ദൈവത്തിൻ്റെ ആത്മാവിലെ സുഖമാക്കുന്നത്, മനുഷ്യനാണ് സുഖമാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ലോ, പുള്ളിക്ക് ആ കഴിവ്, ഞങ്ങളുടെ പാസ്റ്ററിന് കുറച്ച് കഴിവുണ്ട്, പക്ഷേ ചെറിയ ഏതോ പുള്ളി. ഇതാണ് വിശ്വാസികളുടെ ചിന്ത. അതുപോലെ ചിലർ വിചാരിക്കും അവർക്ക് അവരവരുടെ കഴിവ് ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമേ ചിന്തയുള്ളൂ. പക്ഷേ ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോൾ പല വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കടന്നു പോയാൽ അവിടെ എന്താവശ്യമുണ്ടോ അതിനെ തൻ്റെ ദാസനിൽ കൂടെ ദൈവം അവിടെ ഉപയോഗിച്ച്, അവൻ്റെ വരത്തെ ഉപയോഗിച്ച് അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് താഴെ അമരവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു CSIക്കാരുടെ കൺവെൻഷന് വേണ്ടി എന്നെ വിളിച്ചു. ഒരു ശനിയാഴ്ച പ്രസംഗിച്ചു, ഞായറാഴ്ച പ്രസംഗത്തിന് പോകാനായിട്ടെല്ലാം റെഡിയായിട്ട് 5:30 മണിക്ക് റെഡിയായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ഹെഡ് മാസ്റ്ററുടെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു കുടുംബം വന്നിട്ടുണ്ട്, അവർ ചെറിയ പ്രശ്നം പ്രാർത്ഥിക്കണം. കുഴപ്പമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ, നല്ല ആചാനുഭാവമായ മനുഷ്യനാണ്, അവൻ്റെ അടുത്ത് അവൻ്റെ ഭാര്യയുണ്ട്, ഒരു മെലിഞ്ഞ ഒരു സ്ത്രീ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇതെവിടെ പ്രശ്നം എന്ന് പറഞ്ഞു. അവളെ കണ്ട ഇങ്ങനെ ഇരിക്കുന്നു, എന്നാ ഇവനെന്ത് ഇത്രയും പ്രശ്നം എന്നും ചോദിക്കാൻ പോയില്ല. സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി പ്രാർത്ഥിക്കാം. അപ്പോൾ തമിഴ്നാട്ട് ആ ശീലത്തിനനുസരിച്ച് ആ ഹെഡ് മാസ്റ്റർ അവരുടെ റൂമിൽ ഒരു പായിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. ഞാനിവിടെ ഇരുന്നു, എൻ്റെ അടുത്ത് ഹെഡ് മാസ്റ്റർ, ഇവർ രണ്ടുപേരും മുമ്പിലിരുന്നു. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോകല, ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ ജീവനും കൊണ്ട് ഓടുക. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്നാ പറ്റിയെന്ന് മുമ്പിൽ നോക്കിയപ്പോഴാണ് ഈ സ്ത്രീയുടെ തലയും വിരിച്ചിട്ട് ഇതിങ്ങനെ നിൽക്കുക. നിന്നിട്ട് 2 വിരൽ എൻ്റെ നേരെ ഇങ്ങനെ നീട്ടിക്കൊണ്ട്, 2 വിരൽ നീട്ടിക്കൊണ്ട്
എന്നെ ഓടിക്കാൻ വന്നതാണോ എന്നോട് ചോദിക്കുക. ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഇവളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഹെഡ് മാസ്റ്റർ ഓടി. കാരണം ഹെഡ് മാസ്റ്ററിന് അറിയാം എന്തെങ്കിലും ഇവൾക്ക് ഉണ്ടെന്ന് അറിയാൻ തോന്നുന്നു. അതുകൊണ്ട് ഈ ശബ്ദം വരുന്നുണ്ട്. ശബ്ദം വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്, ഞാനും പ്രതീക്ഷയില്ല. ഉടനെ ആ സ്ത്രീ പറയാണ്, ഞങ്ങൾ ആരാന്നറിയുമോ, ഞങ്ങൾ 7 കുരങ്ങുകളാണ്. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്കും തോന്നി, കർത്താവ് പ്രാർത്ഥിക്കാൻ വന്നു, ഇവിടെ 7 കുരങ്ങുള്ള ഒരു പിശാച് ഇവിടെ നിൽപ്പുണ്ട്. ശരിക്കും അടുത്ത് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പിശാചിനെ ഓടിക്കാനായിട്ടുള്ള ഒരു വരം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞ ഓടുമോ? ഇതെല്ലാം ഞാൻ ചിന്തിക്കാനൊന്നും സമയമില്ല. ജീവൻ പോകും പോലും തോന്നുന്നു. അതുപോലെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞു. ആ സ്ത്രീ ധൂപ്പും താഴെ വീണു. പിന്നെ എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് മീറ്റിങ്ങിന് പോയി. ഞാൻ മീറ്റിങ്ങിന് പോയി പ്രസംഗിക്കാൻ പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ നൈറ്റ് ചാപ്പാടിന് ഹെഡ് മാസ്റ്റർ നിൽക്കുക. പുള്ളി ഇരിക്കത്തില്ല എൻ്റെ മുമ്പിൽ. പുള്ളി ഇങ്ങനെയൊക്കെ, സാറ് ഇരിക്കുന്ന അല്ല സാറിനെ കുറിച്ച് ഇത്രയും വിചാരിച്ചില്ല. ഈ ഇത്രയും കുരങ്ങുകളെല്ലാം ഓടിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചില്ല എന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ സാറേ സത്യം അറിയാവൂ, ഞാൻ പേടിച്ചാൽ പോയത്. ഞാനിതുപോലെ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് എന്നാ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ യേശുവിനെ വിളിച്ചു, അത് പോയി. അത്രയും നടന്നുള്ളൂ, അത്രയും സംഭവിച്ചുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്താ പുള്ളിക്ക് എനിക്ക് കൊടുക്കുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കത്തേ ഇല്ല. എൻ്റെയോ ദൈവത്തെ തന്നെ കണ്ടതുപോലെയാണ് നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ. അപ്പോഴാണ് മനസ്സിലായത് ഈ സ്ത്രീ അവളുടെ CSIക്ക് അറിയാം. എന്നാലും അവളുടെ കൊച്ചിന് സുഖമില്ലാതെ ആരോ പറഞ്ഞു ഒരു ആഞ്ജനേയരുടെ കോയിലിൽ പോയി ഒരു ദായത്തോ ഇതോ കെട്ടി, അതിനുശേഷമാണ് ഇവൾക്ക് ഈ പ്രശ്നം വന്നത് എന്നെല്ലാം പറഞ്ഞു. അറിയാതെ, ഞാൻ സാധാരണയായിട്ട് ഒരു കാര്യം പറയാറില്ല, അറിയാതെ ഒരു മീറ്റിങ്ങിൽ ഇത് പറഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു ഒരു സഹോദരിയുടെ. സാറ് കുരങ്ങ് ഓടിക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ്, കേട്ടു. എൻ്റെ മകൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ അവനും ഉണ്ടോയെന്ന് തോന്നുന്നു, കൊണ്ടുവരട്ടെ. ഇതാണ് നമ്മുടെ ആത്മീയ നിലവാരം. ഞാൻ പഠിച്ചത് കാർഡിയോളജിയാണ്, അല്ലെങ്കിൽ മെഡിസിനാണ്. അതിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാരമില്ല. അത് അത്ര വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു. ഇത് കുരങ്ങിനെയും കണ്ടിട്ടില്ല, കുരങ്ങിനെ ഓടിച്ചിട്ടില്ല, ഞാൻ കുരങ്ങെ പോകുന്ന പോലും പറഞ്ഞിട്ടില്ല. ഞാൻ യേശുവെന്ന് മാത്രമേ വിളിച്ചുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയത് കുരങ്ങ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതാണ്. ഞാൻ പറയാൻ വന്നത്, അന്ന് അത് തമാശയെല്ലാം മാറിയാലും ഇന്നും ഞാൻ ഓർക്കുമ്പോൾ, കർത്താവെ അന്ന് അവൾ വീണില്ലെങ്കിൽ ഞാൻ ബിരിയാണി ആയിപ്പോയേനെ എന്ന് പലപ്പോഴും വിചാരിക്കും. അതുപോലെ ഒരു മിനിറ്റ് പോലും ചിന്തിക്കാൻ പോലും സമയമില്ല. എന്നാ പറയണം, എന്നാ ചെയ്യണം. അപ്പോൾ ഞാൻ എനിക്ക് കുരങ്ങിനെ ഓടിക്കാനൊന്നും വരമൊന്നും കിട്ടിയിട്ടില്ല, അതിന് വേറെ ആളുമുണ്ട് എന്നെല്ലാം പറയാൻ പോലും അങ്ങനെ ഒരു സമയം പോലും ഇല്ല. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ എനിക്ക് ഇതുണ്ട് അതുകൊണ്ടെന്ന് പറയാനേ, അവിടെ ആവശ്യമുള്ളതിന് തൻ്റെ ദാസന്മാരെ സഹായിക്കുവാൻ ദൈവം. അപ്പോൾ നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവാണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ആ പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം ചെയ്തെടുക്കും. ഓരോ പ്രാവശ്യം ദൈവം വരുമെന്ന് പറഞ്ഞാൽ ദൈവം ഒന്നും കൊടുക്കത്തില്ല. ദൈവം പലരിൽ കൂടെ പല വിഷയങ്ങളിൽ കൂടെ ചെയ്തു കൊടുക്കത്തുള്ളൂ. പക്ഷെ പ്രത്യേകമായിട്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നുണ്ട്. ഒരു ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എൻ്റെ കഴിവുകളല്ല, ദൈവം തന്നെ പ്രവർത്തിക്കണം. ആവശ്യമുള്ളവരുണ്ട്, കർത്താവേ നിൻ്റെ കയ്യിൽ അതിനെല്ലാം ഉത്തരവുണ്ട്, അവർക്ക് വിളമ്പി കൊടുക്കുവാനുള്ള ഒരു പാത്രമായിട്ട് മാത്രം ഐ ആം ജസ്റ്റ് ദർ ആസ് എ ട്യൂബ്. ദൈവത്തിൽ നിന്ന് വാങ്ങി അവർക്ക് കൊടുക്കാൻ എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്മകൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തത്, നമ്മളല്ല പ്രൊഡ്യൂസർ, നമ്മൾ വിളമ്പി കൊടുക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു റിസോഴ്സ് ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കണം.
ദൈവത്തിന് റിസോഴ്സസ് ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചോദിക്കാൻ തുടങ്ങും, എനിക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം. പക്ഷേ ദൈവമെല്ലാം ഒറ്റ വാക്കിൽ പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് പണമല്ല. എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ കയ്യിൽ ഭണ്ഡാരത്തിൽ ഇതോ ഇത്രയും പണമുണ്ട്? ഒന്നുമില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, കൃപയ്ക്ക് അളവില്ലാത്ത കൃപ. 2 കൊരിന്ത്യർ 9:8 പറഞ്ഞിരിക്കുന്നത്, ഏത് സമയത്തും ഏതാവശ്യത്തിനും എക്കാലത്തിനും സത്പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ആവശ്യത്തിനും അധികമായിട്ടുള്ള കൃപ ഉള്ള ദൈവമാണ്. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനമായിട്ട് തരുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് അവൻ്റെ കൃപയാണ്. കാരണം ഈ കൃപ നമ്മളാരും എനിക്ക് ഇത്രയും കൃപ അവകാശമാണ് എന്ന് ചോദിച്ചു വാങ്ങാനും പറ്റത്തില്ല. വി ഡോണ്ട് ഡിസേർവ്, വി ഡോണ്ട് ഏൺ ഇറ്റ്. ഞാൻ ഇത്രയും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കൊടുക്കണമെന്ന് പറയാനും പറ്റത്തില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ പക്ഷേ നമുക്ക് തോന്നും, നമുക്ക് അത്യാവശ്യമായിട്ട് 1,00,000 രൂപ ആവശ്യമുണ്ട്, നമ്മൾ പോയി ദൈവത്തിൻ്റെ അടുത്ത് കരയാവും, എങ്ങനെയെങ്കിലും 1,00,000. അപ്പോൾ ദൈവം പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചു, കേട്ടില്ലേ, ഞാൻ പറഞ്ഞത് അതല്ല, എനിക്ക് 1,00,000 വേണം. ദൈവം പറഞ്ഞു, എൻ്റെ കൃപ മതി. നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് ഓർത്തു സാറേ, നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ദൈവം എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ ഈ കൃപ എന്ന് പറയുന്ന ആ വാക്ക്, ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, നമ്മൾ കൃപ എന്ന് പറയും. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ടോ കയറി ഇങ്ങനെ ഒരു തുളി പുറത്ത് വരുന്നത് എന്നാ പറയും നമ്മളെ? രക്തം, ബ്ലഡ്. നിങ്ങൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, എന്നാ പുറത്തു വന്നു? ബ്ലഡ്. പക്ഷേ നമ്മൾ ബ്ലഡ് എന്ന് പറയുന്ന ഇതിൽ എന്നാ ഉണ്ടെന്ന് ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷത്തിന് കൂടുതൽ ചുമന്ന അണുക്കളുണ്ട് ഒരു ഡ്രോപ്പിൽ. ഒരു 10,000 വെളുത്ത അണുക്കളുണ്ട്. അത്രയും പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ കുറേ സെൽസും ഉണ്ട്, ഹോർമോൺസും ഉണ്ട്. ഇതെല്ലാം കൂടുതലല്ലാതെ ആൻറ്റിബോഡീസ് എന്നുണ്ട്, വേറെ രോഗം വന്നാൽ നമ്മളെ രക്ഷിക്കാൻ. ഇതെല്ലാം ചേർത്ത് ഉള്ളടക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. നമ്മൾ ബ്ലഡ് എന്ന് പറയും, പക്ഷേ അതിനകത്ത് ഉള്ള സെൽസ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂർ പോലും ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബ്ലഡ് ഇരിക്കും, അതിനകത്തുള്ള സെല്ല്, അതിനകത്തിരിക്കുന്ന റെഡ് ബ്ലഡ് സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഓക്സിജൻ പോലും കിട്ടത്തില്ല. ഇങ്ങനെ എല്ലാത്തിനും ചേർത്ത് ഉള്ളടക്കി വെച്ചിരിക്കുന്ന ബ്ലഡ് എന്ന് പറയുന്നത് പോലെയാണ് ഈ കൃപ എന്ന് പറയുന്നത്. നമ്മളതിങ്ങനെ തള്ളിക്കളയരുത്. ഞാൻ പൈസ ചോദിച്ചാൽ പറയുന്നു കൃപ മതിയെന്ന്. ഇതെന്ത് ദൈവമാണ് എന്ന് പറയാനല്ല. പക്ഷേ ഒരു ശുശ്രൂഷക്കാരൻ എന്ന നിലയിൽ ലോകത്തിൽ തനിക്ക് തുല്യമായിട്ട് ആരെയും കാണിക്കാൻ പറ്റാത്ത ഒരു ശുശ്രൂഷക്കാരനാണ് പൗലോസ്. ആർക്കെങ്കിലും രണ്ടാമത്തെ അഭിപ്രായം ഉണ്ടോ? അല്ല, ഞാൻ പൗലോസിനേക്കാൾ ഞാൻ വലിയ ശുശ്രൂഷക്കാരനെന്നോ അല്ലെങ്കിൽ എനിക്ക് ഒരു ശുശ്രൂഷക്കാരനെ അറിയാമെന്നോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അങ്ങേര് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറയാം, ഐ ആം വാട്ട് ഐ ആം ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ പഠിത്തം കൊണ്ടല്ല, എൻ്റെ ജ്ഞാനം കൊണ്ടല്ല, ഒന്നുമല്ല. അപ്പോൾ ആ കൃപയുടെ നമ്മൾ ചുമ്മാ തള്ളിക്കളയരുത്. അതിൻ്റെ ഒരു മഗ്നാനിമിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. കൃപ ദൈവം പറയുമ്പോൾ നിനക്ക് എന്നാ ആവശ്യമുണ്ടോ അതെല്ലാം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പാക്കേജാണ് ഞാൻ. മനസ്സിലായി? പക്ഷെ മനസ്സിലായ പോരാ. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിൻ്റെ വചനം പറയും, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ ലഭിക്കും. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കും. അപ്പോൾ കൃപയാണ് നമുക്ക് വേണ്ടത്. കൃപ ഉണ്ട് ഒന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള സകലതും ലഭിക്കും എന്നുള്ളത് വാസ്തവമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. കാരണം പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം വായിക്കുന്ന 1 കൊരിന്ത്യർ 15 എഴുതിയിട്ടുണ്ട്, ഞാനായത് അവൻ്റെ കൃപ, വേറെ ഒന്നുമല്ല. എവിടെയെല്ലാം നിന്നപ്പോൾ എന്നെ പറ്റി പൗലോസെ നിന്നെക്കൊണ്ട് കാരാഗ്രഹത്തിലിട്ടപ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടത്? അവൻ്റെ കൃപ. ഫെലിക്സ് രാജാവിൻ്റെ മുമ്പിൽ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു? അവൻ്റെ കൃപ.
എവിടെ എന്തെല്ലാം ചോദിച്ചാലും അവൻ്റെ കൃപയാണ് അത് ഫൈനൽ. ഇതെല്ലാം പാക്കേജാണ്. പക്ഷേ നമ്മുടെ ഒരു ശുശ്രൂഷക്കാരന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം, ഈ കൃപ ഞാൻ പ്രാപിക്കുവാൻ ഞാൻ എങ്ങനെ ആയിരിക്കണം? പലപ്പോഴും ദൈവവേലക്കാർക്ക് വന്നു പോകുന്ന ഒരു കാര്യം അറിയാതെ ഒരു പാസ്റ്ററിൽ നിന്ന് സെൻട്രൽ പാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമേ മാറും. എല്ലാമേ മാറുന്നതോടുകൂടെ അവിടെ അറിയാതെ ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിൽ, ഞാൻ വലിയവനാണ് എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഒരു താഴ്മയില്ലാതെ പോയി കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ വന്നാൽ പോലും നമ്മിലത് ഒട്ടത്തില്ല. മഴ പെയ്തു കഴിയുമ്പോൾ എല്ലാം നനഞ്ഞിരിക്കും, പക്ഷേ ചില ചേമ്പലയിൽ ഒന്നും കാണത്തില്ല. അത് വന്ന് ഓടിപ്പോകും, വന്നാൽ പോലും നിൽക്കത്തില്ല. നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. നമുക്ക് ആ താഴ്മയില്ലെങ്കിൽ, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കളിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവമാണെങ്കിൽ, കർത്താവ് യാതൊരു കാരണം കൊണ്ടും അഹങ്കരിച്ചോ നിഗളിച്ചോ പോകാതെ, ഒരേ കാരണം കൊണ്ട് നിൻ്റെ കൃപ എനിക്ക് ലഭിപ്പാൻ ഞാൻ യോഗ്യനായി തീർന്നാൽ പിന്നെ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ ശുശ്രൂഷ നന്നായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ദൈവമാണ് റിസോഴ്സ്. ദൈവത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് അവൻ്റെ കൃപയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമുള്ള മനുഷ്യരെക്കുറിച്ചാണ്. മനുഷ്യർ, ഇപ്പോൾ ദൈവം നമ്മളെ ശുശ്രൂഷിക്കാൻ വെച്ചിരിക്കുന്നത്, നമ്മൾ യേശുവിൻ്റെ അനുഗാമികളാണെങ്കിൽ, യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം, 28-ാം അധ്യായം 20-ാം വാക്യം എല്ലാവർക്കും അറിയാം, ഗ്രേറ്റ് കമ്മീഷൻ. പക്ഷേ 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ. നോട്ട് ടു ബി മിനിസ്റ്റേർഡ് അൺടു, ബട്ട് ടു മിനിസ്റ്റർ ആൻഡ് ടു ഗിവ് മൈ ലൈഫ് ആസ് എ റാൻസം ഫോർ മെനി. രണ്ട് കാര്യം കർത്താവ് പറയുന്നത്, ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കുവാനും ഭാവികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ഊറ്റിക്കൊടുക്കുവാൻ. അപ്പോൾ ഭാവികൾക്ക് വേണ്ടി നമ്മുടെ ജീവനെ ഊറ്റിക്കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ഭാവിയും രക്ഷിക്കപ്പെടത്തില്ല. പക്ഷേ ശുശ്രൂഷിക്കുവാൻ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവനെ ഊറ്റിക്കൊടുത്ത് ശുശ്രൂഷിക്കുവാൻ എന്ന് പറയുമ്പോൾ സാക്രിഫിഷ്യൽ സർവീസ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ വേല ചെയ്യുന്നു. ദൈവവേലക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെല്ലാം പറയും, ഞങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും. നമ്മുടെ ശുശ്രൂഷ ദൈവത്തിന് തന്നെ ആവശ്യം. ഈ പുറജാതികളുടെ ദൈവങ്ങളാണെങ്കിൽ അവർക്ക് ശുശ്രൂഷ ആവശ്യം. അതിനെ കുളിപ്പിക്കണം, കൊണ്ടു നടക്കണം, ഡ്രസ്സ് ഉടുത്തണം, അല്ലേ, മാല അണിയിക്കണം, പൂട്ടി വയ്ക്കണം, തുറന്നു വിടണം, ഇതെല്ലാം അവർക്ക് ആവശ്യമാണ്. ചില ദൈവങ്ങൾക്കെല്ലാം ശുശ്രൂഷകന്മാരില്ലെങ്കിൽ അവരുടെ ആട്ടം ക്ലോസ്. പക്ഷേ നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കാൻ വന്നതാണ്. ആരെ? യേശു ജീവിതകാലം മുഴുവൻ എൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുന്നു. യേശു ശുശ്രൂഷിച്ചത് മനുഷ്യരെയാണ്. ദ സർവീസ് ഈസ് ടു മാൻകൈൻഡ്. അത് ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ സർവീസ് ടു മാൻകൈൻഡ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിരിക്കും. ഞാൻ ശുശ്രൂഷകൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വാങ്ങി മനുഷ്യർക്ക് ആവശ്യമുള്ളത് നൽകാൻ എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ദൈവത്തെ ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ വേറെ മനുഷ്യനെ ഒരുത്തനെയും നോക്കത്തില്ല, ഞാനും ദൈവമായിട്ട് ശുശ്രൂഷ. എന്നാ ശുശ്രൂഷ? അല്ലേലിയോ. നീ അല്ലേലിയോ പറഞ്ഞില്ലെങ്കിൽ ദൈവം ക്ഷീണിച്ചു പോകും. നമ്മൾ ഈ സൈക്കിളിൽ കാറ്റടിക്കുന്നത് പോലെ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ അതാണോ? അതൊന്നുമല്ല. ദൈവത്തിൽ നിന്ന് വാങ്ങി മനുഷ്യരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. യു ആർ ഹിയർ ടു സെർവ് മാൻകൈൻഡ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു ഞാൻ അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നവർ അതിനു വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമില്ലാതെ എല്ലാവരെയും നോക്കി ശുശ്രൂഷിക്കുമ്പോൾ മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റും, മനുഷ്യൻ്റെ ആവശ്യമില്ല, പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റും. എവിടെയെല്ലാം ക്യാൻസർ രോഗത്തിന് പോയി RCCI സെൻറ്ററിലെല്ലാം പോയിട്ട് വന്നവർ പോലും ചിലപ്പോൾ പാസ്റ്റർമാരുടെ വരും. പാസ്റ്റർമാർ ആരും ഞാൻ ക്യാൻസർ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയരുതല്ല. ദൈവത്തിലാണ്
അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഇരിക്കണം. അപ്പോൾ മനുഷ്യനെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഒരിക്കലും ജോലിയില്ലാതെ പോകത്തില്ല. എവിടെയെങ്കിലും ഒരു ചർച്ചിൽ ഒരു പാസ്റ്ററാണെങ്കിൽ 60 വയസ്സായിട്ട് പാസ്റ്റർ റിട്ടയർ ആവുന്നല്ലേ നല്ലത് എന്ന് പറഞ്ഞെന്നിരിക്കും അവരുടെ നേതാക്കൾ. പക്ഷേ ഞാൻ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വാങ്ങി ശുശ്രൂഷിക്കാനായിട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയിലാണെന്ന് പറഞ്ഞാൽ നോ റിട്ടയർമെൻറ്റ് അറ്റ് ഓൾ. കാരണം ദരിദ്രന്മാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, രോഗികൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു നാൾ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു മനുഷ്യന് ശുശ്രൂഷ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ദിവസം വരുമോ? വരത്തേയില്ല. ഇറ്റ് വിൽ നെവർ കം. നമുക്കെപ്പോഴും ഉണ്ട്. പക്ഷേ ആവശ്യമുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നോക്കണം. അത് ശുശ്രൂഷകന്മാർ മനസ്സിലാക്കണം. ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചുറ്റുപാടും ആൾക്കാരുണ്ട്. പക്ഷേ ചില വിശ്വാസികൾ ഇത്രയും ആവശ്യമുള്ളവർ ചുറ്റുപാടും ഉണ്ടെങ്കിലും അവർ വിശ്വാസികളെന്നും എന്നും ചർച്ചിൽ പോകുന്നവരാണ് എന്നെല്ലാം പറഞ്ഞാലും അങ്ങനെ ഒരു കൂട്ടം ഉള്ളതായിട്ട് അവർ കാണുന്നില്ല. ദേ ഡോണ്ട് ബോദർ. അവർക്ക് കാണാനുള്ളതെല്ലാം ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യങ്ങളെ കാണാതെ ഒരുപാട് പേരുണ്ട്. കാരണം ആവശ്യങ്ങളെ കണ്ട് അതിനനുസരിച്ച് ഒരു ചിന്ത വന്നു കഴിഞ്ഞാലേ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടേ ഇല്ലെങ്കിൽ ദേ ഡോണ്ട് സീ. പലരും ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം പറയുന്ന വാക്യങ്ങളാണ്. ഓരോരുത്തരും അവനുള്ളത് മാത്രമല്ല മറ്റത്. അവനുള്ളതും നോക്കിക്കോ, മറ്റവനുള്ളതും നോക്ക്. ചിലർ നോക്കാറില്ല. ചിലർ നോക്കും, പക്ഷേ നോക്കാതെ പോലെ നടിക്കും. അതാണ് ഗുഡ് സമാരിറ്റൻ കഥ. വാർത്തപ്രാണനായിട്ട് ഒരുത്തൻ അവൻ കടന്ന് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ പുരോഹിതൻ മാറിപ്പോകുന്നു, ലേവിയൻ മാറിപ്പോകുന്നു. അങ്ങനെ നോക്കിയിട്ടും പക്ഷേ പലർ ചോദിക്കുന്ന കാര്യം, ലോകത്തിലെ എല്ലാവരുടെ ആവശ്യങ്ങൾക്കും നമുക്ക് വല്ലതും സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ഒഴിവാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. യു കനോട്ട് ഡു എവറിത്തിങ്, ബട്ട് യു ക്യാൻ ഡു സംതിങ്. അല്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ആർ യു അവോയ്ഡിങ്. ഇപ്പോൾ സമാരിയക്കാരന് എന്നാ ഉണ്ടായിട്ടാണ് അവൻ പോയി സഹായിച്ചത്? ഉള്ളത് കൊണ്ട് സഹായിച്ചു. ദാറ്റ് ഈസ് മിനിസ്ട്രി. അത് രണ്ടാമത്തെ കാര്യം. അതിനേക്കാളെല്ലാം ശുശ്രൂഷകന്മാരോടുള്ള ഏറ്റവും വലിയ പ്രയാസം മൂന്നാമത്തെ കാര്യം. ഇവർക്ക് ശുശ്രൂഷയും ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. പക്ഷേ അതിൻ്റെ ഫലനെല്ലാം തൻ്റെ ശുശ്രൂഷ വളരണം, തൻ്റെ നാമം വളരണം, തൻ്റെ പേര് പേപ്പറിൽ വരണം, തൻ്റെ പേര് യൂട്യൂബിൽ വരണം, തൻ്റെ പേര് ഇതിൽ വരണം എന്ന്. എന്താ പറയുക, നമ്മൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു നോട്ടീസ് അടിക്കുന്നു, രോഗികൾ വരട്ടെ പ്രാർത്ഥിക്കാം. പകലെല്ലായിരുന്നു പ്രാർത്ഥിക്കും, രോഗികൾ വരണം, പ്രാർത്ഥിക്കണം, ദൈവം സുഖമാക്കണം. അന്ന് രാത്രി ഒരു രോഗിയും വന്നിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറയും? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗി പോലും വന്നില്ല. അപ്പം മനുഷ്യൻ രോഗിയായിരിക്കുന്നതാണോ നമുക്ക് ആഗ്രഹം? ഏതെങ്കിലും ഒരു ദിവസം കർത്താവേ ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു രോഗിയില്ല, സ്തോത്രം എന്ന് പറയുമോ? ഇത്രയും ചിലവ് ചെയ്ത് മീറ്റിംഗ് അന്വേഷിച്ച് രോഗികളെ വരാനായിട്ട് നോട്ടീസ് അടിച്ച് വിളിച്ചു, ഞാനും കാലത്തോട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, ഒരുത്തം പോലും വന്നില്ല എന്ന് പറയുന്ന പലരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേർ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ 2 പേർക്ക് സുഖമായി കഴിഞ്ഞാൽ നമുക്കൊരു പേര് കിട്ടും, ഇത് പോയി, ചാൻസ് പോയി. അങ്ങനെയുള്ള പലരുമുണ്ട്. ശുശ്രൂഷയിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഗതിയാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫൈനൽ ഇയർ ഹൗസ് സർജനായിരുന്നപ്പോൾ ഈ മെറ്റർണിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പുറത്ത് വന്ന് വളരെ ചാപ്പലിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. അവിടെ ഒരു ചാപ്പലുണ്ട്, അതിൽ നിന്ന് വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്നെ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. എൻ്റെ കോഴ്സ് തീരാൻ 2 മാസമേ ഉള്ളൂ, ഇതുവരെ ഈ യൂട്രസ് പൊട്ടിയിട്ട് യൂട്രസ് റപ്ചർ എന്ന് പറയും അതുപോലുള്ള എമർജൻസി ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വന്നതാണ്. 2 മാസമേ ഉള്ളൂ, 2 സ്ത്രീകൾക്കെങ്കിലും യൂട്രസ് പൊട്ടിയിട്ട് വരണമേ. ഇതെന്നാ പ്രാർത്ഥനയാണ്? നമ്മൾ ചിരിക്കുന്നു. അങ്ങനെ പലരുടെയും ഈ നോട്ടീസ് അടിച്ച് ഈ രോഗികൾ വരണമേ എന്ന് പറയുമ്പോൾ രോഗികൾ വന്നില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസമാണ്, ദൈവത്തോട് തന്നെ പ്രയാസമാണ്.
ഞാൻ ഇത്രയും പ്രാവശ്യം രണ്ട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് കൊടുത്തുകൂടെ, 2 പേർക്ക് പ്രശ്നം ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുന്നത് പോലെ തൻ്റെ സ്വന്തം ആവശ്യത്തിന്. അല്ല, ഇങ്ങനെ ഒന്നും വേണ്ട. ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആ ശക്തിയോടുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അന്വേഷിച്ചു വരും. പക്ഷേ ദൈവം നമ്മിൽ കൂടെ മറ്റവർക്ക് ചെയ്യണമേ എന്നുള്ള ഒരു ആഗ്രഹമാണ്, നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് നന്മയുണ്ടാകും, നമ്മുടെ ശുശ്രൂഷയുമില്ലാകും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് മറ്റവരെ നോക്കണം, കരുതണം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നെല്ലാം ചിന്തിക്കുമ്പോഴും all things should come from the Lord. I am only a conduit, a പൈപ്പ് പോലെയുള്ളൂ. അവിടെ റിസോഴ്സസ് ആവശ്യമുള്ളവരുണ്ട്. പക്ഷേ ഈ ആവശ്യമുള്ളവർ പലപ്പോഴും മനുഷ്യന് ആവശ്യമുള്ളത് പ്രോബ്ലം ഉള്ളത് മാത്രമല്ല, മനുഷ്യൻ തന്നെ പ്രോബ്ലമായിരിക്കും. നമുക്ക് നന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പല പ്രയാസങ്ങളുണ്ടാകും ചില മനുഷ്യരുടെ അടുത്ത് നിന്ന്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും, ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവസ്നേഹമല്ല നമ്മുടെ ഉള്ളിലുള്ളത്. യഥാർത്ഥമായിട്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മറ്റവർക്ക് വേണ്ടി കരുതണം, സഹായിക്കണം, നമുക്കൊന്നും വേണ്ട, ദൈവത്തിൽ നിന്ന് വാങ്ങി അവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. യേശുവിൽ നിന്നാണ് പഠിക്കുന്നത്. യേശു ഒരാളെ പോലും യു ആർ യൂസ്ലെസ് എന്ന് പറഞ്ഞ് വിട്ടില്ല. തൻ്റെ അടുത്ത് ആവശ്യമുള്ള എല്ലാവരെയും ദൈവം സഹായിച്ചു. തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലും യേശു അവസാന നിമിഷം വരെ സഹായിച്ചു. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ആവശ്യമാണ്. അത് നമ്മുടെ സ്വഭാവം അല്ല. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ പലരെയും സ്നേഹിക്കും. നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ, നമുക്ക് വല്ലതും നൽകുന്നവരെ, നമ്മളെ കരുതുന്നവരെ നമ്മൾ സ്നേഹിക്കും. അത് മനുഷ്യ സ്നേഹം. ഇത് ഒന്നുമില്ലാത്ത ആൾക്കാരെ കൂടെ സ്നേഹിക്കണമെന്ന് പറയുന്നതാണ് ദൈവസ്നേഹം. ആ സ്നേഹം മനുഷ്യനുണ്ടാകും. നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം എടുത്ത് 100 പ്രാവശ്യം 1000 പ്രാവശ്യം വായിച്ചാലും ഒരല്പം പോലും സ്നേഹം കൊടുക്കില്ല. എനിക്ക് സ്നേഹമേ ഇല്ലായിരുന്നു. 1 കൊരിന്ത്യർ 13 100 പ്രാവശ്യം വായിച്ചപ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇത് ദൈവസ്നേഹമാണ്. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരു വരവും കൂടെയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കും, ദൈവമേ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അവനെ ഇനി എൻ്റെ കണ്ണിൻ്റെ മുമ്പ് കൊണ്ടുവരരുത് എന്നെല്ലാം പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ദൈവമേ എന്നെ മാറ്റണം. എൻ്റെ മനുഷ്യ സ്നേഹം കൊണ്ട് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അവൻ ആവശ്യങ്ങളുണ്ട്, പക്ഷെ അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആ ദൈവസ്നേഹം എൻ്റെ പകർന്നാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സോ ഒരു ലവിങ് ചാനലായിട്ട് ഇരുന്നാൽ മാത്രമേ ശുശ്രൂഷ എന്ന് പറയുന്നത് നടക്കത്തുള്ളൂ. ഈ ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ടാങ്കുണ്ട്, ഒരു പൈപ്പുണ്ട്. ടാപ്പ് തുറക്കുമ്പോൾ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നു. ഇടയ്ക്ക് പൈപ്പെ പിടിച്ചു വെച്ചാലോ, യു ബിക്കം നോട്ട് ഒരു പാസേജ്, പക്ഷേ ഒരു റിസർവോയറായിട്ട് അവിടെ തന്നെ നിന്നാലോ പൈപ്പ് തുറക്കുന്നതിന് ഒന്നും വരത്തില്ല, ശബ്ദമേ വരത്തുള്ളൂ. അവൻ പ്രതീക്ഷിക്കും വെള്ളം വരും, പക്ഷെ വരുന്ന ശബ്ദം മാത്രമേ വരത്തുള്ളൂ, വെള്ളം വരത്തില്ല. ദൈവത്തിന് കുറവുണ്ടോ? ഇല്ല, നമ്മിലാക്കണം. ചില പെന്തക്കോസ്ത് സഭകളിലെല്ലാം ചിലർ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആവശ്യമില്ലെങ്കിൽ ശബ്ദം ഇഷ്ടം പോലെ കിട്ടും, ഇഷ്ടം പോലെ ശബ്ദം കിട്ടും, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ അത് ഒരു എംപ്റ്റി പൈപ്പ് ഉണ്ടാക്കുന്ന ശബ്ദം പോലെയാണ്. ദേ നീഡ് ഹെൽപ്പ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വന്നത് നമ്മൾ പിടിച്ചു വയ്ക്കാനല്ല. ദൈവം അങ്ങനെയല്ലേ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത്. ആസ് ലവിങ് ചാനൽ എന്ന് പറയുമ്പോൾ കിട്ടുന്നത് വാങ്ങിക്കൊടുത്തോണ്ടേ ഇരിക്കാനായിട്ട്, അങ്ങനെയുള്ള ഒരു ചാനലായിട്ടാണ് ദൈവം നമ്മളെ കരുതുന്നത്. അതിന് നമ്മൾ മനസ്സുണ്ടോ
എന്നുള്ളത് നോക്കണം. നമുക്ക് മനസ്സ് വരത്തില്ല. നമ്മുടെ സെൽഫിഷ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ സെൽഫിഷ്നെസ് പലപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അത് മാറാനായിട്ടാണ് ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത്രമാത്രം നമ്മുടെ ജീവിതത്തിലും വ്യത്യാസമുണ്ട്. കാരണം ഒരു ടാപ്പിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഈ പൈപ്പ് വിചാരിക്കുകയാണ്, എനിക്കെന്നാ ഗുണം? ഓരോരുത്തരും വരുന്നു, പൈപ്പ് തുറന്നു, വെള്ളം കുടിച്ചിട്ട് പോകുന്നു, എനിക്കെന്നാ പ്രയോജനം? ചില ശുശ്രൂഷകന്മാർ അങ്ങനെ വിചാരിക്കാറുണ്ട്. ഞങ്ങൾ എത്രയോ പേരെ പ്രാർത്ഥിച്ച് നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കൊരു ഗുണം പിടിച്ചില്ല. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കുമോ? ഒരു റിസർവോയർ ടാങ്കിൽ നിന്ന് വെള്ളം വരുമ്പോൾ മറ്റവൻ്റെ കയ്യിൽ വെള്ളം കിട്ടുന്നതിന് മുമ്പ് ആദ്യം നനയുന്നതാരാ? പൈപ്പാണ്. ഒരുപക്ഷെ അങ്ങനെ പിടിച്ച് നിന്നില്ലെന്നിരിക്കും, പക്ഷേ യു ആർ ബീയിങ് കണ്ടിന്യൂസ്ലി വെറ്റ്. ദൈവം കരുതുന്നവനാണ്. നീ എപ്പോഴും മറ്റവർ കൊടുത്ത് നിനക്കൊന്നും കിട്ടത്തില്ലെന്ന് വിടുന്ന ദൈവമല്ല. ദൈവം പറയുന്നു, അവന് ഒരു തുള്ളി വെള്ളം കിട്ടുന്നതിന് മുമ്പ് നീ മുഴുവനും നനഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഐ ആം കൺസിഡറിങ് യു ഓൾസോ. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടുന്ന ദൈവം എന്ന് ആരും വിചാരിക്കരുത്. ദൈവം നമ്മളെ കരുതുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ മറ്റവർക്ക് എത്രമാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അത്രമാത്രം നമ്മൾ നനഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒന്നും കണ്ടില്ലെന്നിരിക്കും, പക്ഷേ വി ആർ ഗെറ്റിംഗ് ദ ബ്ലെസ്സിങ്. ഗോഡ്സ് അനോയിൻറ്റിങ്, ഗോഡ്സ് ബ്ലെസ്സിങ് ഈസ് പാസിങ് ത്രൂ. യു ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മിൽ കൂടെയും ചെയ്യുന്നതാണ് മിനിസ്ട്രി. അപ്പോൾ നമുക്കും ദൈവം ചെയ്തു വരുന്നു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് പലരും കുറിച്ചിട്ട് പോകുന്നത് ഒരു സന്തോഷമായിട്ട് നമ്മൾ കരുതുന്ന സമയത്ത് നമുക്ക് ദൈവം ഒന്നും ചെയ്തില്ലെന്ന് വിചാരിക്കരുത്. ഗോഡ് ഈസ് കൺസിഡറിങ് യു ഓൾസോ. അതാണ് അത് ലവിങ് ചാനൽ ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ലവിങ് ചാനലുണ്ട്, ദാഹിക്കുന്ന മനുഷ്യരുണ്ട്, റിസോഴ്സുണ്ട്. ഇനി അവസാനമായിട്ടുള്ളത്, ഇറ്റ് ഓൾ ഷുഡ് ബി ഡൺ ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഒരു ശുശ്രൂഷയും യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അല്ല, ദൈവം അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയല്ല. ഏതെല്ലാം വിധത്തിൽ ദൈവനാമം മഹത്വപ്പെടാനാണ് ദൈവം പറഞ്ഞത് ഗിരിപ്രഭാഷണത്തിൽ, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് അതെ കാണുന്നവർ സ്വർഗസ്ഥനായ ദൈവത്തെ വിശ്വസിക്കണം, പുകഴ്ത്തും, നമ്മളെയല്ല. അതാണ്. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഇരിക്കണം. അത് ഒരിക്കലും മാറിപ്പോകരുത്. ഒരേ ഒരു ചോദ്യം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഹൗ ഡു വി നോ ദ മിനിസ്ട്രി ദാറ്റ് വി ആർ ഡൂയിങ് ഈസ് ഗ്ലോറിഫൈയിങ് ഗാഡ്? നമ്മളെ അത് മഹത്വപ്പെടുത്തുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. ഒരു ചെറിയ പയ്യനായിട്ട് വന്നതാ, നല്ല പ്രസംഗനായി, ഇപ്പോൾ നല്ല അതായി, ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി, ഓക്കെ, അതെല്ലാം പുറത്ത് കാണാം. പക്ഷേ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശുശ്രൂഷയിൽ ചിലത് നടക്കുമ്പോൾ വി വിൽ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതെങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഒന്ന് നമുക്കും സന്തോഷം, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. രണ്ടാമത് ദൈവനാമം മഹത്വപ്പെടുന്നത് കൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത് ചെയ്യുന്നു. എനി മിറാക്കിൾ, ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ എനി മിറാക്കിൾ, ഗോഡ് ഈസ് നോട്ട് ദെയർ. ഇത് ഒരു വിധത്തിലുമല്ല ദൈവമാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ചിന്ത വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തെ മാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷത്തിന് മുമ്പേ ഞങ്ങൾ നടത്തുന്ന ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചു. ഈ വർഷം അഡ്മിഷൻ കുറേ കൂടുതൽ വന്നിട്ടുണ്ട്, നമുക്കിരിക്കുന്ന ബസ് പോരാ, ഒരു ബസ് കൂടെ വാങ്ങേണ്ടി വരും, പിള്ളേരെല്ലാം വളരെ ദൂരത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ തന്നെ ഉടനെ പറഞ്ഞു, വാങ്ങരുത്, കാരണം നമ്മുടെ അടുത്ത് പൈസയില്ല, ആദ്യത്തെ 2 ബസ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഇതുവരെ അടച്ച് തീർത്തിട്ടില്ല, പിള്ളേർ പൈസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ബസ് വാങ്ങണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് വാങ്ങിയില്ലെങ്കിൽ പിള്ളേർ എങ്ങനെ വരും, അവരെല്ലാം അഡ്മിഷൻ അത് കറക്റ്റ് സ്കൂൾ
തുറക്കുമ്പോൾ വരത്തില്ലല്ലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരത്തിലാണ് കതവിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സാർ ഒരു മിനിറ്റ് എന്ന്. ആരോ വന്നിട്ടുണ്ടെന്ന് ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ അങ്ങേരെ കണ്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷെ അങ്ങേര് നൈജീരിയ എന്ന് വന്നിരിക്കുക. നൈജീരിയയിൽ ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അപ്പം എന്നെ വെച്ച് കണ്ടതാണ്. പുള്ളിയുടെ മകനെ കോയമ്പത്തൂർ അടുത്ത് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻജിനീയറിങ് ചേർത്തിട്ട് വരികയാണ്. വരുമ്പോൾ പറഞ്ഞു, അവർ ചോദിച്ചു, കോയമ്പത്തൂരിൽ ആരെങ്കിലും അറിയുമോ ഗാർഡിയനായിട്ട്? എനിക്ക് പെട്ടെന്ന് സാറിൻ്റെ പേരാണ് ഓർമ്മ വന്നു. സാറിൻ്റെ പേര് കൊടുത്തു, ചോദിക്കാതെ കൊടുത്തു, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല, അതിനെന്നാ. അല്ല, അവർ ഡോക്ടറുടെ പേര് പറഞ്ഞു, അറിയാമെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എഴുതിയെല്ലാം കൊടുത്തു, നന്ദി പറഞ്ഞിട്ട് പോകാനായിട്ട് വന്നു എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്ന്, സാറേ ക്ഷമിക്കണം, നിങ്ങളെന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഇടയ്ക്ക് വന്ന് ക്ഷമിക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യം ഒരു ബസ് വാങ്ങുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ബസ് വാങ്ങണോ അതിൻ്റെ കാര്യം സംസാരിച്ചു. പുള്ളി പോയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്കൊരു ഫോൺ വരുന്നു, സാറേ ആ ബസ്സിന് എന്നാ വിലയാണ് സാർ? ഞാൻ പറഞ്ഞു 15 ലക്ഷം. സാർ, ഞാൻ 15 ലക്ഷത്തിന് ഒരു ചെക്ക് അയക്കാം, നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിക്കും. എന്നാ പറയാൻ ഇതിപ്പോൾ ഒരു 3 വർഷത്തിന് മുമ്പാണ്. നൈജീരിയയിൽ നിന്ന് വന്ന മനുഷ്യൻ തൻ്റെ കാര്യത്തിന് വന്ന് ഒട്ട് കേട്ട് ഞാനേതോ പറഞ്ഞതുകൊണ്ട് അങ്ങേര് പറയാണ്, നിങ്ങൾ ബസ് വാങ്ങുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞാലേ ഞാൻ ദൈവത്തെ സൂചിച്ചേനെ. ഇത് ബസ്സിന് എന്നാ വിലയും ചോദിച്ചാൽ അത് മൊത്തം ചെക്കായിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഗോഡ്. ഇത് ദൈവമല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റുമോ? അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം മാനിക്കുന്നു, അത് ദൈവനാമത്തിൽ മഹത്വത്തിനായിട്ട്. കാരണം ഞാനന്ന് അറിയാതെ അപ്പോൾ ആ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, പാവപ്പെട്ടതിന് എങ്ങനെ വെറും ലൈൻ ബസ്സിൽ കയറി വന്ന സമയത്തിന് വരത്തില്ലല്ലോ, എങ്ങനെയെങ്കിലും വാങ്ങാം എന്ന് പറഞ്ഞത് ദൈവം കേട്ടു എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ ആ സമയത്ത് അയച്ചു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ചെയ്യുന്നത് ദൈവനാമത്തിനും മഹത്വത്തിനും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ദൈവമല്ലാതെ ഇത് വേറെ ആരും ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. നമ്മൾ പലപ്പോഴും ഇത് ഞാൻ ചെയ്ത ആരും വേണ്ടെന്ന് പറഞ്ഞു, ആരും തള്ളിവിട്ട് പോയി, ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഇഫ് ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ്, ദൈവം നേരെ വന്ന് കൈ കൊടുത്ത് ഐ ആം വെരി ഹാപ്പി വിത്ത് യു എന്നൊന്നും പറയത്തില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. ദൈവം ആഹാ നീ എന്തൊരു അത്ഭുതകരം ജയിച്ചോ, എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ ഒന്നും പറയത്തില്ല. ദൈവം തൻ്റെ നാമം മഹത്വപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് വൺ തിങ്, ഗോഡ്സ് നെയിം. സെക്കൻഡ് തിങ് ഈസ് such things should happen in our ministry. നമ്മൾ മിനിസ്ട്രിയിൽ അങ്ങനെ നടക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, എത്ര വില കൊടുത്താലും നമ്മുടെ പേരല്ല ദൈവത്തിൻ്റെ നാമമാണ് വെളിപ്പെടേണ്ടത്. പീപ്പിൾ ഷുഡ് സീ ദ മാസ്റ്റർ, നോട്ട് ദ സെർവൻറ്റ്. അത് ഒരു വിധത്തിൽ പലരും ശുശ്രൂഷ ചെയ്യുന്നത് അവരിൽ അവരിൽ പ്രസാദിക്കണമെന്നും അവരുടെ കഴിവുകളെ കൊണ്ട് പ്രശംസിക്കണമെന്നെല്ലാം അറിയാതെ വന്നു പോകും. എനിക്ക് നല്ല പാടാൻ ടാലൻ്റ് ഉണ്ട്, അവരുടെ മുമ്പിൽ പാടുമ്പോൾ പലരും കൈ വന്ന് ഓക്കെ നല്ലപോലെ പാടുന്നുണ്ടല്ലോ എന്ന് പറയുന്നതെല്ലാം നമുക്ക് തോന്നിപ്പോകും. പക്ഷേ വി ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ. കർത്താവേ, എന്നെയാണ് അവർ പുകഴ്ത്തുന്നത്, അതല്ലല്ലോ. നമുക്കൊരു കുറ്റബോധം ഉണ്ടാകണം. എന്നെ കാണരുത്, ദൈവത്തെ കാണണം, എൻ്റെ പിതാവിനെ കാണണം എന്നുള്ള ചിന്ത വരും. അറിയാതെ വന്നു പോകും. A.W. ടോസർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രസക്തനായ ഒരു ദേവദാസൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. താൻ ഒരിക്കൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ വേറെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പുള്ളിയെ ഇങ്ങനെ ആകാശത്തോളം ഇങ്ങനെ ഉയർത്തി A.W. ടോസറാണ്, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതാണ് പുള്ളിയുടെ പുസ്തകങ്ങൾ എല്ലാം പറഞ്ഞിട്ടിരുന്നു. A.W. ടോസർ പതുക്കെ പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങേരെ അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചു. 1, അങ്ങേരെ ക്ഷമിക്കണം. 2, അത് കേട്ട് രസിച്ച എന്നെയും ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ A.W. ടോസർ അത് രസിച്ചുകൊണ്ടിരുന്നു പോയി, പുള്ളിയെക്കുറിച്ച് അത്രയും പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് ഒരു കുറ്റബോധം വന്നു, അയാൾ പറഞ്ഞതിനെയും ക്ഷമിക്കണം, ഞാനത് അങ്ങനെ നല്ല ആസ്വദിച്ചതുകൊണ്ട് അതിനെയും എന്നെയും ക്ഷമിക്കണം എന്ന് ചോദിച്ചു. അതാണ് റിയൽ സ്റ്റേറ്റസ് ഓഫ് മൈൻഡ്. ഏത് കാരണം കൊണ്ടും ദൈവമേ
എൻ്റെ നാമമല്ല ഉയർത്തപ്പെട്ടത്. നമ്മുടെ ഇമേജ് അല്ല ജനങ്ങളാക്കി, നമ്മുടെ കാരിസ്മ അല്ല ജനങ്ങൾ കാണേണ്ടത്, ദൈവത്തെയാണ് കാണേണ്ടത്. എത്രയും നമ്മളെ മറച്ചുകൊണ്ട് ദൈവത്തെ കാണണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം അവൻ്റെ നാമം മഹത്വപ്പെടുന്നു. കാരണം ദൈവനാമം മഹത്വപ്പെടണം നമ്മൾ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവ് എന്തിനാണ് തൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെച്ചാൽ യെശയ്യാ പ്രവാചകൻ 42:8 പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവം, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കാൻ പറ്റില്ല. ദൈവമേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ മഹത്വം നമ്മളെ എടുത്താൽ നമ്മൾ ദൈവത്തിന് എതിരായിട്ട് വരുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശുശ്രൂഷ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതിന് കാരണം നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം വി ഷുഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം, ഗോ ആൻഡ് പ്രൊഡ്യൂസ് മച്ച് ഫ്രൂട്ട് സോ ദാറ്റ് മൈ ഫാദേഴ്സ് നെയിം മേ ബി ഗ്ലോറിഫൈഡ്. എൻ്റെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ നിങ്ങൾ കനികൾ കൊടുക്കണം, നിങ്ങൾ അധികമായ കനികൾ കൊടുക്കണം. ഗിവ് മച്ച് ഫ്രൂട്ട്. ആ ഫ്രൂട്ട് എന്ന് പറയുന്നതിലുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ ശുശ്രൂഷയിൽ പലപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ റിസൾട്ടിലാണ്. ഒരു മീറ്റിംഗ് നടത്തി 1000 പേര് വന്നു, നമുക്ക് സന്തോഷം. ഒരു മീറ്റിംഗ് നടത്തി 5000 പേര് വന്നു, വളരെ സന്തോഷം. ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സാണ്, നമ്പേഴ്സാണ്. ഇവർ വന്നവരെല്ലാം എന്നായി, വന്നു ചാപ്പാടും കഴിച്ചു പോയി, അത്രയേ ഉള്ളൂ. പലപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. അലാസറിൻ്റെ കഥ പോലെ എന്നാ നടന്നു വന്നു പോയി. പക്ഷേ ഫ്രൂട്ട് എന്ന് പറയുന്നതല്ല. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലൈഫ്. ഒരു മരത്തിന് ഒരു ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവനെ ഊറ്റിക്കൊടുത്ത് ദൈവവചനമായ വിത്തുകളെ ചിലരുടെ ഹൃദയത്തിൽ ഇടുമ്പോൾ അവരിലത് ഫലം പുറപ്പെടുവിച്ചു, അതിൽ വിത്തുക്കൾ ഉണ്ടായി, അവർ മുഖാന്തരം ഇനിയും അനേകർ ഉണ്ടാകുന്നു എന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വരുന്ന നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ 1960 ഒരു മീറ്റിംഗ് നടത്തി 65,000 പേര് വന്നു. അതുകൊണ്ട് 2015 എന്നാ കാര്യം? ഒരു കാര്യവുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഒരു സൈലൻ്റ് റിസൾട്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രൂട്ട് എന്ന് പറയുന്നത്, നമ്മൾ പ്രവർത്തിച്ച ഒരു 10 പേരോട് സംസാരിച്ചു, ഒരാൾ അയാൾ പറഞ്ഞു ഇനിയും 50 പേര്. കർത്താവ് 18 പേര്, ഒരുത്തൻ പോയി 11 പേര്. അവരെ ശുശ്രൂഷിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ 3000 പേര്, 5000 പേര്. ദാറ്റ് ഈസ് ഫ്രൂട്ട്. ദ ഫ്രൂട്ട് കണ്ടെയ്ൻസ് ദ സീഡ്സ്. അവർ മുഖാന്തരമായിട്ട് ഇനിയും വരുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള ശിഷ്യത്വം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, നമ്മുടെ മിനിസ്ട്രിയിലുണ്ടോ എന്ന് നോക്കണം. കാരണം കുറഞ്ഞു വരികയാണ്. ഇന്ന് പാസ്റ്റർമാർക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അവരുടെ വിശ്വാസികൾ പാസ്റ്റർ ഉപദ്രവിച്ചില്ലെങ്കിൽ നല്ല വിശ്വാസികൾ, ഒരു ഉപദ്രവമില്ല. അതാണ് ഒരു പാസ്റ്ററിന് സന്തോഷം. എൻ്റെ ചർച്ചിൽ 15 വർഷമായിട്ട് വരുന്നു. ഇവൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നാ വ്യത്യാസം ഉണ്ടായി? ഈസ് ഹി പ്രൊഡ്യൂസിങ് ഫ്രൂട്ട്സ്? അവൻ്റെ ജീവിതത്തിൽ കണികളുണ്ടോ? അതിനുള്ള ഭാരപ്പെടാനായിട്ട് മനസ്സ് വയ്ക്കാതെ എത്രയോ ചെറുപ്പക്കാരെ പോലെയല്ല, അവന് ഒരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല. അവൻ വരും, കേട്ടിട്ട് പോകും. അതാണ് അത് നമ്മൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കാനായിട്ട്, നമ്മുടെ ശുശ്രൂഷ മഹത്വം ഉണ്ടാക്കണമെങ്കിൽ ഒരു 50 പേരുള്ളതിൽ 2 പേർ മതി. ആ 2 പേർ ഇറങ്ങിപ്പോയി ഒരു ശുശ്രൂഷയിൽ നടത്തി, അത് മുഖാന്തരം ഒരു 1000 പേര് രക്ഷിക്കപ്പെട്ടു, 50 പേര് രക്ഷിക്കപ്പെട്ടു, അവർ 50 പേര് പോയി 1000 പേർ. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, ദൈവനാമം മഹത്വപ്പെടുന്നത് ഇങ്ങനെയാണ്, ഖനികൾ കൊടുക്കുന്ന ശിഷ്യന്മാരെ. 4-ാമത്തെ കാര്യം, ദൈവം നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഉപദ്രവം ഉണ്ടാവും. പൗലോസ് പറയാണ്, കൊരിന്ത്യർ പട്ടണത്തിൽ ഇരുന്നുകൊണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്, സോ മെനി ഡോർസ്, അനേക കഥകൾ തുറന്നു കിടക്കുകയാണ് സുവിശേഷത്തിന് വേണ്ടി. എന്നാൽ അനേക പ്രശ്നങ്ങളുമുണ്ട്. ഒരേ വാക്യത്തിൽ എഴുതുക, ദാറ്റ് ഈസ് കറക്റ്റ്. Wherever God's ministry prospers and magnifies God's name, അവിടെ ഉപദ്രവം ഉണ്ടാകും. ഒരു ശുശ്രൂഷ ഞായറാഴ്ച വന്ന് പാട്ടും പാടി ആരാധിച്ചു പോയി, പിന്നെ അടുത്ത ഞായറാഴ്ച വന്ന് പാട്ടും പാടി ആരാധിച്ചു പോയി, പിന്നെ അടുത്ത ഞായറാഴ്ച വന്ന്. പിശാചിന് അതിനെപ്പോലെ ഒരു സന്തോഷമായിട്ടുള്ള സഭയില്ല. അവന് ചോദിച്ചു, അത് നല്ലത്, അങ്ങനെ തന്നെ പാട്ട് പാടിക്കോട്ട് ഇരിക്കട്ടെ.
പക്ഷെ ഇത് മുഖാന്തരം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ട്, പല പാപികൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, പലരുടെ ജീവിതത്തിൽ നിന്ന് ബന്ധനം മാറുന്നു എന്നുള്ളത് കാണുമ്പോൾ അവൻ ചുമ്മാ ഇരിക്കുന്നതാണോ വിചാരിക്കുന്നത്? ഹി വിൽ സ്റ്റാർട്ട് ഗിവിങ് പ്രോബ്ലംസ്. ചിലർക്കില്ല, വന്ന ഉടനെ പ്രശ്നമാണ് ചേരുന്നത്, അവിടെ തന്നെ ഇരിക്കണം. പൊട്ടിയും പ്രമാണമായിട്ട് ഉടനെ പോകരുത്. സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്ഥലം, ഒരു പ്രശ്നമില്ലാത്ത ഒരു സഭ, പ്രശ്നമുള്ളവരെ കൊണ്ട് തന്നെ നമുക്ക് ദൈവം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതിൽ നിന്ന് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഒരു വിടുതല കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ശുശ്രൂഷ തന്നെ വളരാൻ തുടങ്ങും. ഒരു ചെറിയ പ്രശ്നം അതിൽ നിന്നെല്ലാം വരുമ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നത് ചിലപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അത് അനുവദിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നം വരുന്നതിനെക്കുറിച്ച് ഒരു ശുശ്രൂഷകനും പേടിക്കരുത്. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ എ ഗ്രോയിങ് മിനിസ്ട്രി ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗാഡ്. ദൈവനാമത്തിന് മഹത്വത്തിനും അത് പ്രയോജനപ്പെടും. പല സമയങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില അഡ്വാൻറ്റേജസ് അത് ദൈവമേ നൽകുന്നത് പോലെ ചിലപ്പോൾ തോന്നും. പക്ഷെ അവിടെയാണ് നിന്നെ ഉരശി നോക്കുന്നവർ. കാരണം മോശെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക സിനായി പർവ്വതത്തിൽ താഴെ അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആകപ്പാട് മടുത്തിട്ട് മോശയോട് പറയാണ്, ഞാൻ അവരെ എല്ലാം കൊല്ലാം. അതോടെ ദൈവം ഫുൾ സ്റ്റോപ്പ് വെച്ചില്ല, നിന്നെ വലിയ ഒരു ജാതിയാക്കും ഞാൻ. ഇവരെല്ലാം ഒറ്റയടിക്ക് ഞാൻ കൊന്നിട്ട് നിന്നിൽ കൂടെ ഒരു വലിയ ജാതി ഉണ്ടാക്കാം. വാട്ട് യു സേ എന്ന് പറഞ്ഞപ്പോൾ ദൈവമേ പറഞ്ഞതാണ് എന്ന് ഓർക്കുന്നു. പെട്ടെന്ന് അങ്ങനെ ചാടി കയറി ഓക്കെ എന്ന് പറഞ്ഞ് കൊന്നേര് എന്ന് പറയാനല്ല, ചിലപ്പോൾ ദൈവം തന്നെ തൂക്കി നിർത്തുകയായിരിക്കും. നീ ഇത്രയും കാലം ഈ മനുഷ്യർക്ക് വേണ്ടി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞെല്ലാം വാസ്തവമാണ്. അത് ഒരു സൈഡ്. ഇനി ഒരു സൈഡ് മോശ അത് ചിന്തിക്കാതെ മോശ ദൈവത്തെക്കുറിച്ച് പറയാം, ദൈവമേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലുള്ളവരെല്ലാം എന്നെ പറയും, അവിടെ കിടന്നവരെ ഇവിടെ കൊണ്ടുവന്ന് കൊന്നെന്നല്ലേ പറയത്തുള്ളൂ, നിൻ്റെ നാമത്തിന് എന്നാ ആ മഹത്വം പോകത്തില്ലയോ എന്ന് ദൈവത്തിന് വേണ്ടി ഭാരപ്പെടുന്നതും കണ്ട് എനിക്കിത് വേണ്ട, അങ്ങനെ ചെയ്യണമെന്ന് തോന്നി എന്നെയും കൊന്നിട്ട് പിന്നെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് മിനിസ്ട്രി. നമ്മളെ ഉപദ്രവിക്കുന്നവർ പലരും വന്നെന്നിരിക്കും. അതേസമയം നമുക്ക് നന്മ കിട്ടാനായിട്ട് വേറെ ചിലർ വന്ന് വഴി തുറന്നു കൊടുക്കും. ഇവരെല്ലാം വിട്ടേരെ, ഇതുങ്ങൾക്കെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വഴികൾ തുറന്നു കൊടുക്കുന്നത് പോലെ തോന്നും. പക്ഷേ ചിന്തിക്കണം, ദൈവനാമത്തിന് മഹത്വം വരുന്ന കാര്യമാണോ? ചിലപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഞാൻ എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കാനാണോ ദൈവം ഇത് തുറന്നു കൊടുക്കുന്നത്? ചിലത് ചെയ്യാം എന്ന് ദൈവം പറഞ്ഞാൽ, ദൈവം അനുവദിച്ചു കൊടുത്താൽ പോലും ചിലത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് വർധന ഉണ്ടാക്കത്തില്ല. ദൈവം നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതായിരിക്കും. സങ്കീർത്തനം 106:15 പറഞ്ഞു, ഗോഡ് ഈൽഡഡ് ടു ദ റിക്വസ്റ്റ്. വെറും മണ്ണാ തിന്ന് മടുത്ത് കുറച്ച് ഇറച്ചി കിട്ടിയെങ്കിൽ ദൈവം ഉടനെ ഇറച്ചി, അത് എന്നാ സപ്ലൈയാ, ഓരോരുത്തരും മൂക്കറ്റം തിന്നു. അവ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാണോ? നോ. ബിലെയാമിനോട് ഒരു പ്രാവശ്യം പറഞ്ഞു പോണ്ട, രണ്ടാം പ്രാവശ്യം പറഞ്ഞു പോണ്ട, മൂന്നാം പ്രാവശ്യം ചോദിച്ചു പോയി തൊല എന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടാണോ? ദൈവം ചിലത് അനുവദിക്കുന്നത് പോലെ തോന്നിയാലും അവൻ്റെ പൂർണ്ണ ഹൃദയത്തോടാണോ എന്ന് പറയാനുള്ള ഒരു ചിന്ത ഒരു നല്ല ശുശ്രൂഷകാരന് തോന്നും. അവിടെ എന്താ വരുന്നത് വെച്ചാൽ, തനക്ക് കിട്ടുന്ന നന്മയല്ല, തന്നെ ഏൽപ്പിച്ച ജനങ്ങളെ ദൈവത്തിൻ്റെ വാദപീഠത്തിൽ വെച്ച് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ചെയ്യുന്നത് ലോകത്തിൽ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് പോലെ വേറെ ഒരു ശ്രേഷ്ഠമായ ജോലിയില്ല. ആരെല്ലാം എന്നാ പറഞ്ഞാൽ നിങ്ങൾ ഇത് വിശ്വസിക്കണം. ദർ ഈസ് നോ ഗ്രേറ്റർ ജോബ് ഇൻ ദ വേൾഡ് ദാൻ ഡൂയിങ് ഗോഡ്സ് വിൽ. അതുമാത്രം നമ്മൾ ധരിക്കണം. അപ്പോൾ അതിൽ ദൈവം ആണ് നമ്മുടെ റിസോഴ്സ്. നമ്മളൊരു ലവിങ് ചാനലായിട്ട് നിൽക്കണം. ആവശ്യമുള്ള മനുഷ്യർക്ക് വേണ്ടി കരുതണം. ദൈവം നമ്മളെ കരുതുമെന്നുള്ള വിശ്വാസം നമുക്ക് ഇരിക്കണം. ദൈവനാമം മഹത്വപ്പെടണം. എപ്പോഴും ആ ചിന്ത, ഞാൻ ചെയ്യുന്നത് ദൈവനാമത്തിന്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവർത്തനം, എൻ്റെ ഡിസിഷൻ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി വരുന്നോ എന്നുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കണം.
അതുകൊണ്ട് ഒരു മിനിസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്കും ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.